അങ്ങോട്ടൊന്ന് കാണിച്ചേ. അപ്പോൾ അതാ മല്ലു ക്രിക്കറ്റർ ടീം നമ്മൾ 5 പേര് അവർ ബാക്കിയടി യുക്കെയുമായിട്ട് ഒരു ടെസ്റ്റ് മാച്ച് കളിക്കാൻ പോവാണ് ഈ ബ്യൂട്ടിഫുൾ ഗ്രൗണ്ടിൽ. ജോമനെ ഔട്ടാവല്ലടാ, ഇനിയും നാണം കെടുത്തരുത്. 947 പ്രതികാരം ഗൈസ്. അപ്പോൾ അങ്ങനെ അവരൊക്കെ എത്തി. വി ആർ പ്ലാൻ ടു ഗെയിം. ഒരു ഗെയിമാണ് നമ്മൾ ആക്ച്വലി ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ മാച്ച് കളിക്കുക, ഒരു ടെസ്റ്റ് മാച്ച് കളിക്കാനുള്ള ഒരു പരിപാടിയാണ്. സോ ഓൾ ഗൈസ് ആർ റെഡി ഫോർ ദി മാച്ച്. Palms or backs? Palms. It's called palms. It is a palm. What do you want to do? See you again. Welcome back. Hello, brother. Hey, how do you do? How are you? Good going. Ate! Dog, how are you? You good? Hi, Jomo. Jomo. Joe, nice to meet you. Fist bump or handshake on the left hand. Good to see you. Right, what do you need carrying, Jimmy? അവരെത്തി. നമ്മളങ്ങനെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗ്രൗണ്ടൊക്കെ. അവർ പറഞ്ഞു ഭയങ്കര അമേസിംഗ് ആണ്, ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ട് അവർ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അവരുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ അവർ ന്യൂസിലാൻഡിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഒരു ഫ്ലൈറ്റൊക്കെ പറയിക്കടെ പോണത്. സോ അവരത് കണ്ട് ഈ ഗ്രൗണ്ട് അടിപൊളിയാണെന്ന് പറയണമെങ്കിൽ അത്രയും അടിപൊളിയാണ് ഈ ഗ്രൗണ്ട്. സ്വർഗ്ഗമാണ് നമുക്കൊക്കെ അല്ലേ. നൈസ്. ഇതാണ് മക്കളെ ഗ്രൗണ്ട്. നമ്മുടെ അയ്യമ്പുഴ മഞ്ഞപ്പുഴയുടെ അകത്ത് അയ്യമ്പുഴ പ്ലാന്റേഷൻ്റെ അവിടെയുള്ള ഗ്രൗണ്ടാണ്. നല്ല സൂപ്പർ ഗ്രൗണ്ട്. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തായിരുന്നു അവിടെ. സോ ഈ ഗ്രൗണ്ട് ഇവരെ കാണിച്ചപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കാം ഗൈസ് ആര് ജയിക്കും എന്നാൽ. അടുത്ത കൊല്ലം കഴിഞ്ഞ കൊല്ലം നമ്മൾ വളരെ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ വർഷം നമ്മൾ ഫുൾ സെറ്റായിട്ട് നമ്മൾ വന്നേക്കാണ്. സോ അവരും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഈ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട്. കണ്ടവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗ്രൗണ്ട്. സോ നമുക്കിവിടെ നമ്മുടെ ലോക്കൽ ആൾക്കാരുടെ അടുത്തേക്കും പോവാം. അപ്പോൾ ഇവരാണ് നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ടിൻ്റെ നമ്മുടെ കൂടെ വന്നവർ. അപ്പോൾ ഞാൻ ആക്ച്വലി മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മളൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാനായിട്ട് രാവിലെ തന്നെ ഇവരാണ് ഇവിടെ ആദ്യം വന്നത്. ഭയങ്കരമായിട്ട് ഗ്രൗണ്ടൊക്കെ സെറ്റാക്കി എല്ലാം അടിപൊളിയാക്കി തന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്നേഹം എന്ന് പറയുന്നത്. ക്രിക്കറ്റ് വഴി കണക്ട് ചെയ്യുന്നതാണ് ഇവരൊക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാമെന്ന് പറയുന്നത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഇവരും ഉണ്ടാവും നമ്മളോടൊപ്പം ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ. ഓക്കെ ഗൈസ്. അങ്ങനെ കുറേ നേരം നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയി. എല്ലാവരും ഒന്ന് ബോൾ എറിഞ്ഞും ബാറ്റ് ചെയ്തും എല്ലാം ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബാറ്റൊക്കെ കൊടുത്തായിരുന്നു. നമ്മുടെ ബാറ്റ് വെച്ചാൽ കളിച്ചത് എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി. പിന്നെ കളി ചെയ്യാനായിട്ട് അവിടെയുള്ള കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. ഈ കാണുന്ന എല്ലാവരും ത്രൂ ഔട്ട് നമ്മളോടൊപ്പം നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് കേട്ടോ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കവിടെ എല്ലാം സെറ്റ് ചെയ്യണം. അതായത് നമുക്കിപ്പോൾ ഈ വിഷ്വൽ എടുക്കാനായിട്ടാണെങ്കിലും അവർക്കാണെങ്കിലും അവർ ഏകദേശം 3 ക്യാമറ കൊടുക്കുന്നുണ്ടായിരുന്നു. FX3, അതായത് ഏകദേശം എനിക്ക് 3 ലക്ഷം രൂപ വില വരുന്ന 3 ക്യാമറ. അത് ഫുൾ അലൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് അത്ര എഫേർട്ട് അവർ എടുക്കുന്നുണ്ട് ആ വീഡിയോ ഇടാനായിട്ട്. അത്ര ചെറിയ പരിപാടി അല്ല അത്. സോ അവരതിനു വേണ്ടി ഫുള്ള് സെറ്റ് ചെയ്ത് എല്ലാം ഞങ്ങളുടെ ക്യാമറ അവരുടെ ക്യാമറ, ഞങ്ങളുടെ ക്യാമറമാൻ സുൽത്താനുണ്ട്, ഞങ്ങളും 2 ക്യാമറയായിട്ട് വന്നിരുന്നത്. അവരുടെ ഏകദേശം 3 ക്യാമറ 3 സ്ഥലത്തായിട്ട് അവരെല്ലാം സെറ്റ് ചെയ്ത്. അത് നല്ല പണിയുണ്ടല്ലോ, ചില്ലറ പരിപാടിയൊന്നുമല്ല. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ ഫോൺ ഇരിക്കുന്നത്. സോ അതൊക്കെ അവരങ്ങനെ സെറ്റാക്കി വെച്ച് ഫുൾ അടിപൊളിയാക്കി ജേഴ്സിയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ കളിച്ചത്. സോ അത്ര എഫേർട്ട് അതിനകത്ത് എടുക്കുന്നുണ്ട്. കാരണം ഒരു വീഡിയോ വരുമ്പോൾ അത്രയും നിസ്സാരമായിട്ട് എല്ലാവരും കാണുമായിരിക്കും. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് അവർ എടുക്കുന്നുണ്ടെന്നുള്ളതാണ് വലിയൊരു കാര്യം. അത് നമ്മൾ നേരിട്ട് കണ്ടതാണ് കഴിഞ്ഞ തവണ. ഈ തവണ നമ്മൾ ഒന്നുകൂടി കണ്ടു. അപ്പോൾ നമ്മളത് ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. സോ അവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരാളുണ്ടായിരുന്നു കളിക്കാനായിട്ട്. പിന്നെ അവിടെ ആൾക്കാരാണ് നമുക്ക് അമ്പയർ വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് മൊത്തത്തിൽ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അനീഷേട്ടൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അനീഷ് പിരാജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ ഇന്ത്യൻ ടീമിൽ കളിച്ച പ്ലെയറാണ്. സോ അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പുള്ളീനെ വിളിച്ചപ്പോൾ തന്നെ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാഫിസൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയും ഭയങ്കര പാഷനേറ്റ് ക്രിക്കറ്ററാണ്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ കളിക്കുന്നതാണ്. സോ ഇറ്റ് വാസ് ഫൺ. കേരള ഇൻ്റർനാഷണൽ ഹഫീസും ചാർലിയും നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തത് മുമ്പ് നമ്മളെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ വന്നിട്ട് റീലിന് വേണ്ടി കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഇവർ കുറച്ചുകൂടെ ലോങ് വീഡിയോയ്ക്ക് വേണ്ടി ടെസ്റ്റ് മാച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ ടെസ്റ്റ് മാച്ച്. ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട് വീട്ടിൽ അടുത്തുള്ള കൂട്ടുകാരായിട്ടൊക്കെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലത്തിന് ശേഷം ടെസ്റ്റ് മാച്ച് ക്രിക്കറ്റ് കളിക്കുന്നത്. സോ യെസ് മാൻ. ഗൈസ് ഇതാണ് ഗ്രൗണ്ടിൻ്റെ ഒരു വ്യൂ ആക്ച്വലി നമ്മുടെ ബോളിംഗ് എൻ്റെ എന്നുള്ളത്. ഫുൾ അങ്ങനെ പനമരങ്ങൾക്ക് കിട്ടില്ല ഗ്രൗണ്ട്. അങ്ങോട്ടൊന്ന് കാണിച്ചേ. അപ്പോൾ അതാ മല്ലു ക്രിക്കറ്റർ ടീം നമ്മൾ 5 പേര് അവർ ബാക്കിയടി യുക്കെയുമായിട്ട് ഒരു ടെസ്റ്റ് മാച്ച് കളിക്കാൻ പോവാണ് ഈ ബ്യൂട്ടിഫുൾ ഗ്രൗണ്ടിൽ അയ്യമ്പുഴ. നമ്മുടെ പിള്ളേർ സെറ്റ് രാവിലെ വന്നിട്ട് നമുക്ക് വേണ്ടി ഗ്രൗണ്ട് എല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. മറ്റേ നമ്മുടെ അമ്പയർ ചേട്ടൻ അദ്ദേഹമാണ് നമ്മുടെ അമ്പയർ ഇന്നത്തെ കളിയിൽ. സോ ദിസ് ഇസ് ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ. അവരവരുടെ ഇൻട്രോ ആക്ച്വലി നമ്മുടെ ഏറ്റവും വലിയ ഗുണം തന്നെ അറിയാം, അവർക്ക് ഇല്ലാത്ത ഒരാൾ നമ്മുടെ ആക്ച്വലി ഒരു ഇന്ത്യൻ പ്ലെയർ ഉണ്ട്. ഞങ്ങൾ തടി തപ്പാൻ വേണ്ടി അനീഷേനെയും ഹഫീസിനെയും ഒക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ സോ യാ ലെറ്റ്സ് ഗോ.
I don't actually know where we are. You're going to have to tell me. We are here in Ayyapuzha, Angamali. Kerala. Absolutely beautiful. India as well. Said Arch, absolutely beautiful here. We are surrounded by palm trees, rolling hills, and You've got to go lying. That's quite funny. As I was saying, rolling different types of livestock. We've got goats, we've got cattle, we've got elephants just over the hill, I'm told. Yeah, not sure they're eating them. However, it is an absolutely beautiful day. Very, very muggy and humid here, and the sun's just come out, which has made that worse. We are doing today a test match, India versus England. 4 wickets per side, 2 innings of course. In the heat, these boys are a lot more used to it than we are. We're going to get straight on with the toss here. If you'd like to flip the glove for us. Palms or backs? Palms or backs? Huh? Palms or backs? Palms. It's called palms. It is a palm. Palm, what do you want to do? We'll bowl first. Okay. You guys wanted to bat right? Let's go. Who's the other എടാ വരുന്നുണ്ട് വെയിറ്റ് അടുത്തേക്ക് സൗണ്ട് ഒന്നിട്ട് പറ സൗണ്ട് ഇനി പറ. സോ നമുക്ക് ടോസ് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്യും? ബോളിംഗ് ചൂസ് ചെയ്യും. നമ്മൾ ബോളിംഗ് ചൂസ് ചെയ്യും. നമ്മൾ അങ്ങനെ സാധാരണ തുടങ്ങുകയാണ്. ടെസ്റ്റ് മാച്ച് ആണ് കേട്ടോ. മടുക്കാനാണ് പ്ലാൻ. പക്ഷേ നമുക്ക് നല്ല ബോളേഴ്സ് ഉണ്ട്. അനീഷേട്ടൻ എറിയാനുണ്ട്, ഞാൻ എറിയാനുണ്ട്, ജോമോൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് തോന്നുന്നു അവര് ലീവ് ചെയ്യുന്നിടത്ത് നമ്മള് എന്തെങ്കിലുമൊക്കെ ഗൈസ് അങ്ങനെ ആ ഗോൾ പോസ്റ്റിന്റെ അകത്തേക്ക് അടിച്ച് കഴിഞ്ഞാൽ 10 റൺ ഉണ്ടെന്ന് പറഞ്ഞു. 10 റൺ. That's not very far. No, that's too far. That's too far. Oh, I could do it. It's only a wing ball, isn't it? I think the camera will be the point, right? Camera point will be right. Yeah, all right. To the cameras. Last camera, right? Yeah. Where do we do the boundary? Your phone or the back camera? ബോൾ അറിയാൻ നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വെറുതെ പന്തൊക്കെ നാണം കിടന്ന അനീഷനും മാഫിസും ചാർലിയും കൂടി എറിഞ്ഞ് മടുത്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാല്ലേ. If you hit it past either goalpost, if you hit it past either goalpost, you can only run one run. Okay. One run. You can only run once. Okay. And you get one hard to score runs. ബൗണ്ടറി സെറ്റ് ചെയ്തേക്കുന്നത് ഈ പനമരം തൊട്ട് അവിടെ ഒരു മടൽ വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ട്. ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ 5 പേരായിട്ടാണ് കളിക്കുന്നത്. സോ 5 പേരുള്ളത് കൊണ്ട് ഫീൽഡിങ്ങിൽ കുറച്ച് നമ്മൾ നോക്കി ചെയ്യണം. Like here, so that you don't get in the way of the camera. It'll be there, right? Like before is there, right? Yeah, we can do. Can't believe we got an actual umpire, to be honest. എല്ലാവർക്കും കൂടി കൊടുക്കാം. ഷെയർ ചെയ്ത് കൊടുക്കാം. ബ്രോ ഷെയർ ചെയ്ത് എല്ലാവർക്കും കൂടി ഒന്ന് പിടിച്ചെന്നാ. നമുക്ക് തന്നില്ലേ ഐസ്? മാച്ച് തുടങ്ങി. നമ്മൾ ടെസ്റ്റ് മാച്ചാണ് കളിക്കുന്നത്. ചാർലി ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 3 ഓവർ കഴിഞ്ഞു. 5 റൺസായി. സോ സി ചാർലി ബോളിംഗ്. ഓ ബോഡി. സോ ഇതാണ് നമ്മുടെ വിൻ ബോളിൻ്റെ പ്രത്യേകത. മൂവ്മെൻറ്റ് ഭയങ്കരമായിരിക്കും. കളി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഇനി വൈകുന്നേരം ആവുന്നു ടെസ്റ്റ് കഴിയാനായിട്ട്. ഇവന്മാർ ആരെങ്കിലൊക്കെ ഔട്ട് ആവണം ഗൈസ്. ഓ സനിഷാണ് ആക്ച്വലി അടിപൊളിയായിട്ട് ബോളർ ഉണ്ട്. എല്ലാ യോർക്കേഴ്സാണ് അറിയണത് കൂട്ടം. അതാ ക്വാളിറ്റി. ഇന്ത്യൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. പണ്ട് നാട്ടുകാരോട് സ്നേഹമില്ല. എന്ന് പറഞ്ഞ് എറിഞ്ഞ് ക്യാച്ച് എടുത്തൊരു മനുഷ്യൻ. ഇതാണ് ക്വാളിറ്റി. ഭാഗ്യത്തിന് ക്യാച്ച് ഇരുന്നു ഗൈസ്. അങ്ങനെ അടുത്ത വിക്കറ്റും പോയി. മറ്റൊരു സ്ലോ ഓവറിൽ നമ്മുടെ ചാർലിയുടെ ബോൾ 2ാമത്തെ വിക്കറ്റ് പോയേക്കാണ്. നൈസ്, അടിപൊളി. നമ്മൾ വൈകുന്നേരം വരെ ആവുന്ന കരുതി. 1 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ 2 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്. സ്ലോ ഓവർ ഗൈസ്. അപ്പോൾ അങ്ങനെ അടുത്ത വിക്കറ്റും പോയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരം വെളുത്തേക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കാം. ഹായ് ഡ്രോൺ. ലാസ്റ്റ് വിക്കറ്റ് റൈറ്റ്. വീറും വാശിയിലും ഒക്കെ നമ്മൾ കളിക്കുന്നുണ്ട്. ആദ്യത്തെ ബോൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ബോളിൻ്റെ അവസ്ഥ. ബോളൊന്നും എറിഞ്ഞിട്ട് അങ്ങോട്ട് എത്തുന്നില്ല ഗൈസ്. അമ്മേ പക്ഷേ രസമാണേ.
അവർ ഭയങ്കരമായിട്ട് ബട്ട് ഞാൻ പറയുന്നത് ഔട്ടാക്കിയില്ലെങ്കിലും നമ്മൾ ക്രിക്കറ്റ് ആയതുകൊണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ചില ബോളുകൾ ഇപ്പോൾ തന്നെ ഹഫീസ് എറിഞ്ഞ ഫസ്റ്റ് ബോളൊക്കെ എന്ത് രസമായിട്ട് പോയി. ഹഫീസിനെ കാണിക്കണം. എന്നൊക്കെ സ്പീഡിൽ ഹഫീസ് എന്നൊക്കെ സ്പീഡിൽ എറിയുന്നുണ്ട് ഗൈസ്. ഗൈസ് ലാസ്റ്റ് വിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല. വടക്കം ഓൺ ബോയ്, യു വിൽ ബി ഫിൽ സാൾട്ട് ടുഡേ ബഡി, യു വിൽ ബി ഫിൽ സാൾട്ട് ടുഡേ. Oh my God, it's in the field. Yeah. From here we will go to the shop. Yeah. The camera's only We on will 3 spend hours some space. time there. Okay. You see. So we might have to Because we won't be able to play. Yeah. Okay, that's fine. Tomorrow. We got ruined that. That's how Kerala. See, here also we are expecting the same. Throw everything. They will No. no. The pitch. So tomorrow all the other pitches are in the city. അനീഷേട്ടൻ തന്നെ തീർത്തു ഗൈസ്. ക്യാച്ച് എടുത്ത് പുള്ളിയുടെ കയ്യിൽ നിന്ന് പിന്നെ തട്ടി പോകാൻ പോയതാണ്. ഭാഗ്യത്തിന് പിടിച്ചില്ല. അനീഷേട്ടൻ ഞാൻ കൊന്നേനെ. മണിക്കൂർ റദ്ദായി ഗൈസ്. Even with 2 hands I'm not able to catch this. That was Charlie saying we'll do one thing, we'll get a wicket. So that will go back. Charlie's talking a lot today. He's not performed yet. Charlie is expected to get 4 sixes. Ba. Elleru ba. ജോമോനും ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് തന്നെ വിജയിക്കുമെന്ന് തോന്നുന്നു. 38 റണ്ണായി. യെസ് ബ്രോ. നമുക്ക് പിന്നെ സ്ഥിരം അറിയാമല്ലോ, വലത്ത് നിൽക്കുക, ഇടത്തോട്ടടിക്കുക. ചാർലിയുടെ സിറ്റികളായിരിക്കും കാണാൻ ഇതായിരിക്കണം. നശിപ്പിച്ച് അങ്ങനെ ചാർലി ആദ്യത്തെ പന്തിൽ തന്നെ റിവേഴ്സ് അടിച്ച് ഔട്ടായി ഗൈസ്. ഇനി എവിടെ വരെ പോകുന്നറിയില്ല കളി. ലെറ്റ്സ് സീ. ഗൈസ് നമ്മള് എല്ലാവർക്കും ബാറ്റിംഗ് കൊടുക്കണമല്ലോ. ഇതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. I tried 1-6 actually. ജോമനെ ഔട്ടാവല്ലടാ ഇനിയും. നാണം കെടുത്തരുത്. 947 പ്രതികാരം. ഗൈസ് അങ്ങനെ ആദ്യത്തെ കളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത ഗ്രൗണ്ടിലേക്ക് പോയി എല്ലാവരും ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത സ്ഥലം.